ഇന്ന് വർക്കിന് ഇറങ്ങുന്ന സമയം കേട്ടോ, 8:54 അതിൻ്റെ 9 മണിയായിട്ടുണ്ട്. ഞാനിന്ന് രാവിലെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല കട്ട മഴയേക്കരം. അപ്പോൾ പിന്നെ അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ നേരെ 9 മണിയായിട്ടുണ്ട്. ഇപ്പോൾ റോട്ട് കൂടി കീ 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 ആണ് അടിക്കണ സൗണ്ടൊക്കെ ഉണ്ട്. രാവിലെ ഈ തിരക്കൊക്കെ ഇറങ്ങണ തന്നെ വെറുപ്പാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ 1 മണിക്കൂർ പിടിക്കുന്ന ട്രിപ്പും സത്യം പറഞ്ഞാൽ ഈ പരിപാടിനെ വെറുത്തിക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കേണ്ടി വരും. രാവിലെ ഇറങ്ങണം. ബ്ലോക്ക് ആവണീൻ്റെ ഒരു 6 മണി 5:30 സമയത്ത്. പക്ഷെ ആ സമയത്ത് ഇറങ്ങിയാൽ ഓട്ടം അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് കിട്ടൂല്ല. ചിലപ്പോൾ 7 മണി 8 മണി ആയിട്ടേക്ക് ട്രിപ്പ് തന്നെ അടിക്കുക. അപ്പോൾ ഉറക്കം കളഞ്ഞതിന് വിഷമം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ വണ്ടി ഇങ്ങോട്ട് ഇട്ടത് ഇന്നലെ കൈകാനായിരുന്നു. പക്ഷേ എങ്കിൽ മന്തിയും ഫുഡൊക്കെ വാങ്ങി വന്നപ്പോൾ ഇതിന് ആകെ ഇരുട്ടായി. ഇപ്പോൾ ഏതായാലും ഞാൻ ഉള്ളുഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട്, പുറം ക്ലീൻ ആക്കിയിട്ടില്ല. പുറം ഒരു 2-3 ദിവസം കൂടി ഇങ്ങനെ പോട്ടെ, അതിന് ശേഷം ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. 8:53 ആയിട്ടുണ്ട് സമയം. വേഗം ഊബർ ഓണാക്കട്ടെ. വണ്ടി കയറിയിട്ടുണ്ട്. 2 അട്ടോ കേട്ടോ CNG. ഇന്നലെ 3 അട്ടിയിൽ ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞത്. ഇനി 78 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബിയിൽ. പിന്നെ ഊബർ ഓണാക്കട്ടെ. ഊബറിൽ ഇന്നലെ വാലറ്റിലൊരു 140 രൂപ കൊടുക്കണ്ടായിരുന്നു. അത് ഞാൻ ഫുഡ് വാങ്ങാൻ നേരത്ത് കൊടുത്തു. ഇന്നും ഫുള്ള് സർജാണ്. രാവിലെ ഇതെന്താന്നോ 345 കുഴപ്പമില്ലാണ്ട് എടുത്ത് ഓടുക. 11 കിലോമീറ്റർ 345 സീനത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഊബർ ആയിക്കോട്ടെ. വണ്ടി ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഉള്ളുഭാഗം ക്ലീൻ ആക്കിയിട്ടുണ്ട്. മാറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുറത്ത് ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പം ഇന്ന് വന്നിട്ട് ക്ലീൻ ആക്കാം. കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും സീനത്തിന് പോയി പിക്ക് ചെയ്യട്ടെ. എടുക്കാന്നറിയില്ല. ഇൻഫോ പാർക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും 1 മണിക്കൂർ പിടിക്കും. ഇന്നലെ രാവിലെ ഇതേപോലെ തന്നെ. പക്ഷേ എങ്കിൽ അത് 13 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 370. ഇത് എത്ര 350 40 എത്ര ഉണ്ടല്ലോ. 11 കിലോമീറ്റർ ഡ്രോപ്പ്. പിന്നെ സമയം കൂടുതൽ കാണിച്ചിട്ടില്ല. ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. 2 മിനിറ്റും കൂടി ഉള്ളൂ പിക്കപ്പിന്. ഇപ്പോഴാണ് ലൊക്കേഷൻ വന്നത് കേട്ടോ. ഇതുവരെ വന്നില്ല. കാരണം അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. റേഞ്ച് സ്പീഡില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റൂമിൻ്റെ അവിടെ. അപ്പോൾ ഇനി പോയി സീനത്തിനെ പിക്കട്ടെ. നമ്മളെ ചെറിയ റോഡ് കൂടി ആട്ടോ പോണേ. വണ്ടികളില്ലാന്ന് വിചാരിക്കാം. ഹലോ, അവിടെ ഉണ്ട്, താഴെ ഉണ്ട്. നമ്മള് ഫസ്റ്റ് പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സീനത്ത് ഇവിടെ ഇറങ്ങി നിന്നിട്ടൊന്നുമില്ല. അവിടെ ഒരു തൃക്കാക്കര അപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇന്നാള് ഇതേപോലെ നമ്മളെ റൂമിന്റെ അവിടെ ഒരു നോയിലുണ്ട്. എക്കോഡനും എക്കോടാറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു 2 ഫ്ലാറ്റ്. അവിടെ നമുക്ക് പിക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കസ്റ്റമർ ഞാനൊരു 3-4 വട്ടം പിക്ക് ചെയ്തിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിലേക്കുള്ള ഒരു കസ്റ്റമറാണ്. നല്ല ഡീസന്റ് ഒരു പാർട്ടിയാണ്. ഒരു ഇൻഷുറൊക്കെ ചെയ്ത ഡോക്ടറെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ എക്കോഡനിലാണ് തോന്നുന്നുണ്ട്. മറ്റേ ഫ്ലാറ്റിൽ പോയിരുന്നു. ആകെ ഒരു 50 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ അരേവിടെ നിന്നിട്ട് കോൾ ചെയ്ത്. അപ്പോൾ എന്നോട് പറഞ്ഞ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്, പിക്കപ്പ് പോയിന്റിലുണ്ട് പറഞ്ഞ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാൽ മറ്റോടത്തായിരിക്കും എന്ന് എഴുതി. അപ്പോൾ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തിനാ പിന്നെ അരേവിടെ നിന്നിട്ടത്? അവിടെ എത്താണ്ട് പിന്നെ അങ്ങനെ ഇടാൻ പറ്റുമോ, കോൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, ഓക്കെ. പിന്നെ നമുക്ക് 10 ട്രിപ്പ് കിട്ടിയാൽ അതിൽ 8 ട്രിപ്പോളം നമ്മൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ചെറിയ ഇടവഴിയിൽ നിന്നാണെങ്കിലും കസ്റ്റമർ ചിലപ്പോൾ കാണൂല. അവിടെ നിന്ന് കറങ്ങി നിൽക്കണത് പിന്നെയും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്നാൽ വലിയ വിഷയമില്ല. ചെറിയൊരു ഫ്ലാറ്റാണ്, വണ്ടികൾ വരാൻ ചാൻസ് കുറവാണ്. ചെറിയ വഴിയിലൊക്കെ നമ്മൾ കസ്റ്റമറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ കേൾക്കുന്ന ഹോണടി വരും. നമുക്കെങ്ങനെ തെറി മുഴുവൻ കേൾക്കുക. അപ്പോൾ അയാൾ ചെയ്ത് നല്ല കാര്യമാണ്. അവിടെ ഇറങ്ങി നിന്നോട് പറഞ്ഞു ഞങ്ങൾ ഊബറിനെ കാത്ത് നിൽക്കേക്കരം. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എത്താണ്ട് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, 10ൽ നമുക്ക് 8 ആൾക്കാർ നമ്മൾ അങ്ങോട്ട് കാത്തു നിൽക്കുന്ന രീതി ഉണ്ടാവല്, സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവല്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി. അമൃതയിൽ കൊണ്ടാക്കി. ആള് നല്ല ഡീസന്റ് പാർട്ടിയാണ്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്ക് കിട്ടൂല. അതാ പ്രശ്നം. ഊബർ ശരിക്കും അങ്ങനെയാണ്. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോക്കി നിൽക്കണം ഊബർ വണ്ടി ഏതാ നമ്പർ. കാരണം നമുക്ക് അവരെ തിരിച്ചറിയില്ല. അവരെ ഫോട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എങ്കിൽ അവർക്ക് നമ്മളെ ഫോട്ടോ ഉണ്ടാവും. ഫോട്ടോ പിന്നെ കാണൂല വിചാരിക്കും. പക്ഷെ വണ്ടിന്റെ നമ്പറും ഉണ്ടാവും, വണ്ടി മോഡലും ഉണ്ടാവും. നമുക്ക് അവരെ തിരിച്ചറിയാൻ ഒരു തേങ്ങാക്കൊലയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇനിയിപ്പോ സീനത്ത് വരട്ടെ. സീനത്ത് പിന്നെ 2 മിനിറ്റ് എന്ന് പറഞ്ഞേക്കണേ. നമുക്ക് വിഷയമല്ല. കാരണം ഊബറിൽ 10 മിനിറ്റോളം 5 മിനിറ്റ് സമയം വാലിഡ് ആണ് അവരെ കാത്തു നിൽക്കാനുള്ളത്. അതിങ്ങനെ റൺ ചെയ്തോണ്ട് നിൽക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 മിനിറ്റ് വരും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്താൽ പൈസ കിട്ടും. അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ 5 മിനിറ്റ് എന്തായാലും ഊബർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാത്തു നിൽക്കാം. 2 മിനിറ്റ് പറഞ്ഞാലും ചിലപ്പോൾ 2 മിനിറ്റ് എന്ന് വെറുതെ പറയും. അതെല്ലാവരും ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണല്ലോ 2 മിനിറ്റ് എന്നുള്ളത്.
എന്നിട്ട് അത് ചിലപ്പോൾ 8 മിനിറ്റ് ആവും 5 മിനിറ്റ് ആവും. എന്തായാലും സീനത്ത് വരണ്ട. ഇവിടെ ഫ്രണ്ടിലാണോ പിക്കപ്പ് പോയിന്റ് ബാക്കിലാണോ എന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കയറ്റിട്ടുക. ഇവിടെ സെക്യൂരിറ്റിക്കാരനൊന്നും ഇല്ലോണോ. സെക്യൂരിറ്റിക്കാരനുണ്ട്. നമ്മളെ നോക്കിക്കിണ്ട് വീഡിയോ എടുക്കണ്ടിട്ട്. അപ്പാർട്ട്മെന്റിനെ പറ്റി കുറ്റം പറയാൻ എഴുതിണ്ടാവും. പിന്നെ അപ്പൊ എന്താന്നോ, സാധാരണ സെക്യൂരിറ്റിക്കാർ ഇവിടെ നിർത്താനായിരിക്കുമല്ലോ. ഇവിടെ വണ്ടികളൊക്കെ കുറവാ തോന്നുന്നു, വരുന്ന വണ്ടികള്. എന്തായാലും നമ്മളെ സീനത്ത് ഇപ്പൊ എങ്ങനെയുണ്ട് 2 മിനിറ്റ് എന്ന് പറഞ്ഞത്? മറ്റേ ഊബർ ഫ്രീ ആയിട്ട് കൊടുത്ത സമയം കഴിഞ്ഞു. പിന്നെന്താ 3 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പച്ച കളറിൽ സമയം വന്നിട്ടുണ്ട്. ആദ്യം സമയം കുറയായി, 5 മിനിറ്റ് കുറയും, പിന്നെ 5 മിനിറ്റ് കൂടുക. ഇപ്പോൾ ക്യാഷ് ട്രിപ്പ് ഇപ്പോൾ എലിജിബിൾ ആയിട്ടില്ല ഒന്നു. ചാർജിങ് ഫോർ വെയിറ്റിംഗ് ടൈം, ഇനി മുതലാണ് വെയിറ്റിംഗ് ടൈം സ്റ്റാർട്ട് ആവണത്. അതാണ് ഇനി 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ 2 മിനിറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ. ആൾ ഇതുവരെ വന്നിട്ടില്ല. ഇതാട്ടോ, ഈ ഒരു ഗേറ്റ് കൂടിയാണ് ആൾ വരേണ്ടത് തോന്നുന്നു. കാരണം ഇവിടെയാണ് പിക്കപ്പ് പോയിന്റ് കിടക്കുന്നത്. പിന്നെ അപ്പോൾ ആൾ വന്നിട്ടില്ല, 2 മിനിറ്റുകാരി വന്നിട്ടില്ല. ഇപ്പോഴാണ് കേട്ടോ എലിജിബിൾ ആയത്. എക്സ്ട്രാ 5.50 പൈസയും കൂടിയും ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ എലിജിബിൾ ക്യാൻസലേഷൻ ഫീ ആണ്. ഇപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താലും പൈസ കിട്ടും, പിന്നെ അതിൽ ആഡ് ആവും എന്നാണ് പറഞ്ഞത്. ആൾ വരുന്നുണ്ട്. പിന്നെ ഇതാണോ എന്ന് അറിയില്ല. 1 2 3 4 ആൾക്കാരുണ്ട്. ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് 5 ആൾക്കാരുണ്ടെങ്കിൽ ചവിട്ടേക്കരം. അപ്പോൾ നമ്മളെ ഫെയറിൽ ഇത് കൂടുന്നാണ് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്താൽ കറക്റ്റ് സമയത്ത് ഇവരോട് എത്തിട്ടോ. 3 ലേഡീസും ഒരാണും ഉണ്ട്. ഈ ഒരു കോളേജിൽ കേട്ടോ പോകുന്ന ആൾക്കാരാണ്. 3 ലേഡീസും ഉള്ളു. ഒരാളുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മേക്കപ്പ് മാനാന്ന് തോന്നുന്നുണ്ട്. ആളെ നമ്മൾ കാക്കനാട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇറക്കി കൊടുത്തു. അപ്പോൾ ഇവർ ചോദിച്ചു അത്താണി വഴിയാണ് ശരിക്കും പോകേണ്ടത് അവിടുന്ന്, കൊല്ലംകുടി മുകളിൽ. അപ്പോൾ കാക്കനാട് പോയി പോകാമല്ലോ, കുഴപ്പമൊന്നുമില്ല. ഓലെന്നോട് പറയാം. ഞാൻ പറഞ്ഞത് ആഡ് സ്റ്റോപ്പ് അടിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ ആഡ് സ്റ്റോപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പൈസ കൂടിയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി നല്ല പേയ്മെൻ്റ് ഉള്ള ട്രിപ്പാണുള്ളത് വന്നത്. 337 രൂപ കിട്ടിയിട്ടുണ്ട് ഈ ട്രിപ്പിന്. ആകെ 11 കിലോമീറ്റർ എന്തോ പോന്നിട്ടുള്ളൂ. 11.82 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ, 33 മിനിറ്റ്. പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു കെൻറ്റ് ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. 440 രൂപയുടെ എന്തോ ട്രിപ്പാണ്. പക്ഷേ ലോങ് ടൈം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു, നിങ്ങൾ വരുമോ, പിക്കപ്പ് ലേറ്റ് ആവുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ ഡ്രോപ്പിലാണ്, 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ നിങ്ങളെന്തായാലും വരണേന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ ഏതായാലും പോയി പിക്കട്ടെ. 440 രൂപയുടെ ട്രിപ്പാണ്. ലോങ് ടൈം കാണിച്ചിട്ടുണ്ട്. എന്താകും അവസ്ഥ എന്നറിയില്ല, ഏത് ബ്ലോക്കിൻ്റെ അടിയിക്കാന്നറിയില്ല. അവരെന്താന്നോ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേറെ വണ്ടി കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഈ കരിമുകൾ ഭാഗത്തൊക്കെ വണ്ടികൾ കുറവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ബ്ലോക്ക് കാരണമാകുമ്പോൾ ചിലർ പോകില്ല. അപ്പോൾ അതാണ് എന്നോട് പ്രത്യേകം പറഞ്ഞത് വരണേന്ന് പറഞ്ഞ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് അടുത്താണ്, ഇവിടുന്ന് ചെറിയ ദൂരം ഉണ്ടാവുള്ളൂ. അടുത്തുനിന്ന് പിക്കപ്പ് കിട്ടിയാൽ അങ്ങനെ ആയിരിക്കും. 5 മിനിറ്റ് ഉള്ളൂ, 2.8 കിലോമീറ്റർ പിക്കപ്പ്. അപ്പോൾ അത് ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മളെ CNG വാണിങ് എത്തിയിട്ടുണ്ട് കേട്ടോ, ഒരു പുള്ളിയും പാടുള്ളൂ. അപ്പോൾ ഈ ട്രിപ്പ് എവിടുക്കാന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ പിൻ നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ ആ ടൗൺ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അപ്പം തന്നെ ഞാൻ ഊബർ ഓഫ് ചെയ്യും. കാരണം ഈ ട്രിപ്പ് നമ്മൾ 5-6 കിലോമീറ്ററും കൂടി ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചു. അതുപോലെ ഏതെങ്കിലും ട്രിപ്പുകൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. അപ്പോൾ അതുകൊണ്ട് മാപ്പ് നോക്കിയതിന് ശേഷം പിൻ നമ്പർ അടിച്ചാൽ മാപ്പ് വരുമല്ലോ. മാപ്പ് അടിച്ചതിന് ശേഷം എവിടുക്കാൻ നോക്കിയിട്ട് ഊബർ ഓഫ് ചെയ്യണം. നമ്മൾ ആ ടൗൺ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഊബർ ഓഫ് ചെയ്യണം. എന്നിട്ട് CNG അടിച്ചിട്ടേ തുടങ്ങണുള്ളൂ. പിന്നെ അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. അത് 46 മിനിറ്റ് എടുത്തു, 17 കിലോമീറ്റർ, 411 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ക്യാഷ് കളക്റ്റ് 495 അല്ല 595. അപ്പോൾ ഞാൻ 595 ആയിരുന്നു. അപ്പോൾ അവർ നെട്ടിയിട്ടാണ് ഇത്ര നാവലില്ല, മറ്റേ എന്ത് സംഭവം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ നമുക്ക് വന്നത് ഊബർ പ്രയോറിറ്റി ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി. പിന്നെന്താ, അവരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നോക്കി ഡീറ്റെയിൽസ്. അപ്പോൾ അവർക്ക് മുമ്പ് കൊടുക്കാനുള്ള പേയ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ വേഗം ബുക്ക് ചെയ്യണ ആപ്പ് എടുത്തിട്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ ഊബർ പ്രയോറിറ്റി പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയാണ്ട് ബുക്ക് ചെയ്തതായിരിക്കും, നിങ്ങൾക്ക് ഊബർ ഗോ എന്നുള്ളതാണ് വേണ്ടത്, പക്ഷേങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് റേറ്റ് കൂടിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അയ്യോ കൊയ്യോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിന്നെ എന്താ ആ കാണിക്കുന്ന റേറ്റ് നമുക്ക് വാങ്ങണം. കാരണം അതിനനുസരിച്ചായിരിക്കും നമുക്ക് കമ്മീഷൻ പിടിക്കുക. അപ്പോൾ അതങ്ങനെ പിടിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ അമ്മായിമ്മയെന്ന് അറിയില്ല, ഫുള്ള് അലമ്പ് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റെത്ര ഒന്നും വരില്ല. നമ്മൾ ഓട്ടോ വിളിച്ചാലും കൂടി ഇത്ര ആവൂല. ഓട്ടോ വിളിച്ചതിലേറെ കുറയുള്ളൂ ചെയ്യുക.
പിന്നെ അതേപോലെ വണ്ടി കയറിയപ്പോൾ തന്നെ ആൾ പറഞ്ഞു പിന്നെ പതുക്കെ കുഴിയില്ലാത്ത റോട്ടിന് സ്പീഡ് പോകണം, ബ്ലോക്ക് ഇല്ലാത്ത റോഡ് പോകണം എന്നാണ്. എനിക്ക് ചെറിയ വന്നിട്ട് എനിക്ക് അതിലൊന്നും പറയാൻ തോന്നിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പം മരുമോള് പറഞ്ഞ് അതേതാ റോഡ് ചോദിച്ച്. കുഴിയില്ലാത്ത റോഡ് ഇവിടെ ഇല്ല, എറണാകുളത്തില്ല. ഇനി ഓക്കെ കുഴി ചാടാണ്ട് വേണമെങ്കിൽ പോവാം, അത് അവർക്ക് പെട്ടെന്ന് എത്തും വേണം, ബ്ലോക്ക് ഇല്ലാണ്ട് പോകും വേണമെന്ന് പറഞ്ഞു. ഞാനതിന് മറുപടി ഒന്നും പറയാൻ നിന്നില്ല. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പറയും. പിന്നെ അതേപോലെ തൈക്കുടം വഴി പോയാൽ മതി എന്ന് പറഞ്ഞു മരുമോള്. എന്നോട് പറഞ്ഞു ചെറിയ റോഡാന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പുറത്തെ തള്ളാറിന് അത് കുഴപ്പമൊന്നുമില്ല, അത് വണ്ടികളൊക്കെ പോകും, ആവശ്യമൊന്നുമില്ല, എന്താ അങ്ങനെയൊക്കെ പറയണേ. അങ്ങനെ ഒരു സംഭവം. അവരെ കാര്യം മാത്രം നോക്കുക. അമ്മായിമ്മൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. മോള് വലിയ കുഴപ്പമില്ല പറഞ്ഞാൽ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും പറയണില്ല. പിന്നെ നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ഇപ്പോൾ പെട്രോളും മിന്നി കളിക്കുകയാണ്. ഇനി നമുക്ക് പെട്രോൾ നമുക്ക് കുറച്ച് അടിച്ചിടണം. ഇപ്പോൾ ഒരു 500 റുപ്യക്ക് പെട്രോൾ അടിച്ചിടണം. ഇപ്പോൾ ഒരു 748 രൂപക്ക് ടോട്ടൽ ഓടിയിട്ടുണ്ട്. CNG പൈസ ആയിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇതിലിപ്പോൾ പെട്രോളും പാടായി. CNG കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പോന്നു. അപ്പോൾ ഇനി ഒരു 500 റുപ്യക്ക് പെട്രോൾ അടിക്കണം, 600-700 റുപ്യക്ക് CNG അടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു സിഗ്നലുണ്ട്, റെഡ് കളറ്. ഈ സിഗ്നലിൽ എത്തിയപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തപ്പോൾ നമുക്കൊരു മിസ്സിങ് പോലെ. അപ്പോൾ ഞാൻ കരുതി ഗിയർ ഇട്ടിട്ടില്ല, അപ്പോൾ ഗിയർ ഒന്ന് തന്നെയാണ്. അപ്പോൾ പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഞാൻ വേഗം അവിടെ യൂട്ടൺ അടിച്ചിട്ട് വീണ്ടും ഇവിടെ ഒരു പമ്പുണ്ട്, ഈ പമ്പിൽ വന്നിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട്. കാരണം എന്താണെന്നോ, CNG പമ്പ് ഇനി അങ്ങോട്ട് വലിയ മെയിൻ റോഡാണ്, രണ്ടും മിന്നി കളിക്കല്ലേ, നമുക്ക് വലിയ ഉറപ്പില്ല അവിടെ എത്തുമെന്ന്. അപ്പോൾ ഇവിടുന്ന് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി CNG അടിക്കാൻ പോട്ടെ. അങ്ങനെ നമ്മൾ CNG പമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഊബർ ഓഫ് ചെയ്തിട്ടാണ്. ഞാൻ അപ്പുറത്തുനിന്ന് ഒരു ചായക്കട ഉണ്ട്, നമ്മളെ ചേച്ചിൻ്റെ കട, അവിടെ നിന്ന് ചായ അടിച്ചിട്ട് തുടങ്ങാം. രണ്ടും ഇപ്പോഴും മിന്നി കളിച്ചുകൊണ്ട് നിൽക്കുക. എന്താണെന്നോ, ഇനി CNGക്ക് നമ്മൾ CNG അടിച്ചതിന് ശേഷം ഇവിടെ സ്വിച്ച് വെക്കിയിട്ട് CNGക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്രോൾ ചിലപ്പോൾ ഒരു കട്ടയിലും സ്റ്റേബിളായിട്ട് നിൽക്കുമായിരിക്കും. 500 റുപ്യക്ക് അടിച്ചതല്ലേ. അപ്പോൾ ഇവിടെ ഒരു 3-4 വണ്ടിയും കൂടി ഉണ്ട് CNG അടിക്കാൻ, അതടിക്കണം. എന്നിട്ട് അതിന് ശേഷം ചായ അടിക്കാം. നമ്മളൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്, അജ്മലാണ്. ഇവിടെ CNG അടിക്കുന്ന ഇടയിൽ ഇവിടെ റോങ് ആയിട്ട് കയറ്റി എടുക്കണ ചെക്കന്. ഫുള്ള് സീനാണ്. ഇവനെപ്പോൾ ഇവിടെ നിന്ന് പുറത്താക്കും, വരില്ല. ഓനവിടെ നാട്ടിൽ പറഞ്ഞേച്ചു, ഓൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് വണ്ടി. അത് ഓന് CNG അടിക്കാനൊന്നല്ല, ഓൻ നമ്മളെ കണ്ടപ്പോൾ നിർത്തിയതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഊബർ ഓണാക്കണ്ട, ഓൻ്റെ കൂടെ ഓൻ ചായ അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ചേച്ചീൻ്റെ കടയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ചായ അടിക്കാം അവിടുന്ന്. ആദ്യം CNG അടിക്കട്ടെ. അങ്ങനെ ഫുൾ ടാങ്ക് CNG അടിച്ചിട്ടുണ്ട്. 738 രൂപ കേട്ടായത് CNGക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ CNGയിൽ നമ്മൾ ഓടിയത് 143 കിലോമീറ്ററാണ്. മൈലേജൊക്കെ കുറവാണ്, കാരണം നല്ല ബ്ലോക്കല്ലേ. ഇപ്പോൾ 0 ആക്കിയിട്ടുണ്ട് കണ്ടോ. പെട്രോൾ ഇപ്പോൾ 2 കട്ടായിട്ടുണ്ട്. നേരത്തെ പെട്രോളിൽ ഇങ്ങനെ ഓടല്ലേ, അതുകൊണ്ട് അത് നിൽക്കുന്നില്ല മീറ്റർ. ഇപ്പോൾ ഈ പെട്രോളിൽ നിന്ന് CNGക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ ഫുള്ളായിട്ട് ഓഫായി കിടക്കല്ലേ. അപ്പോൾ 2 കട്ടയിൽ കിടക്കുന്നുണ്ട്. 733 രൂപയാണ് CNGക്ക് ആയത്. ഞാൻ അവിടെ പോയിട്ട് ചായ അടിക്കട്ടെ. ചായ അടിക്കാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഊബർ ഓഫ് ചെയ്യണുള്ളൂ. ഓഫാക്കി തന്നെയാണ് ഓണാക്കുന്നുള്ളൂ. അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോ ഇല്ലയെന്ന് നോക്കട്ടെ. ഇവിടെ പാർക്ക് ചെയ്യാനൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെ പാർക്കിംഗ് ആണോ എന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ഏതായാലും ഈ സൈഡിലിവിടെ ചാരി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ അപ്പുറത്താണ് ഈ കട വരുന്നത്. വേഗം അവിടെ പോയിട്ട് ചായ അടിച്ചു വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു സുഖം കിട്ടിക്കോളും. അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. 11:30 സമയമായിട്ടുണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഒരു ചായയും പഴംപൊരിയും കഴിച്ചു. അപ്പോൾ ഊബറിൽ പോയി 748 രൂപക്കാണ് ഓടിയത്. അതിപ്പോൾ CNGക്ക് കൊടുത്തു. പിന്നെ ഒരു 500 രൂപ പെട്രോളും അടിച്ച്. ഇനി റാപ്പിഡോ പാട് ഓണാക്കിക്കോട്ടെ. ഓണാക്കി ഉടനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആലീസ്. ഇത് 2.3 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. 250 രൂപ ഉണ്ട്. 15 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട്. 18 രൂപ വെച്ചിട്ട് കിട്ടും. അപ്പോൾ അത് കൊണ്ടോട്ടെ. തൈക്കുടം ഭാഗത്തായിട്ട് ആൾ നിൽക്കുന്നത്. 2 കിലോമീറ്റർ പോവാണ്ട്. ആദ്യം ഒന്ന് വിളിച്ച് പറയാം, കാരണം അവിടെ എത്താൻ നേരത്തെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വൈറ്റില സിഗ്നലിലാണ് ഉള്ളത്. നമ്മൾ ഇപ്പോൾ 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, വേഗം എല്ലാ ട്രിപ്പ് എടുത്ത് ഓടുക. കാരണം നമ്മൾ ഒരു 4 മണി 5 മണിയാകുമ്പോൾ എന്തായാലും ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ വേഗം പൈസ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം ഈ ബ്ലോക്കില്ലാത്ത സമയത്ത്, ഇപ്പോൾ വലിയ ബ്ലോക്കില്ല, വേഗം ട്രിപ്പ് എടുത്ത് പൈസ ആക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ചിറ്റേത്തുകരയാണ്. ചിറ്റേത്തുകര സുഡിയോൻ്റെ അവിടെ. നമ്മളതിന് ശേഷം 4 ട്രിപ്പ് ഓടി. ആദ്യം ഒന്ന് വെണ്ണരക്ക് ട്രിപ്പ് അടിച്ചു, അത് ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് കടവന്ത്ര അടിച്ചു. കടവന്ത്രന്ന് കലൂരിലേക്ക് അടിച്ചു. അപ്പോൾ കലൂരിൽ നിന്ന് ഇവിടെ ചിറ്റേത്തുകര അവിടെ ജില്ലാ ജയിലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആളെ ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ ആൾ ജയിലിലാണ്. അപ്പോൾ എന്തൊക്കെ
ലഹരി പരിപാടികളൊക്കെ ആയിട്ട് കുടുങ്ങിയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, കുറച്ചിങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ATM നിർത്തി കൊടുക്കുകയൊക്കെ ചെയ്തിന്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാൻ എങ്ങനെ പരിധി ഉണ്ടോ, ഇത്ര ആൾ കയറാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ ജസ്റ്റ് ഒന്നേ നമുക്ക് കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒപ്പം കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാമല്ലോ, ഉള്ളിൽ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആളവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് നമ്മൾ എക്സ്പ്രസ് വേന്ന് റൈറ്റിക്ക് തിരിഞ്ഞാൽ അവിടെ കുറച്ച് ഹോട്ടലുകളുണ്ട്. രാജഗിരി കോളേജ് ഉണ്ടായതുകൊണ്ട് അവിടെ കുറേ ഹോട്ടലുകളുണ്ട്. അവിടെ പോയിട്ട് ഒരു ഊണായിക്കോട്ടെ, നല്ല വിശക്കുന്നുണ്ട്. 2:43 സമയം. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എക്സ്പ്രസ് വേ കയറുന്നത് വരെ ഓണാക്കിയിടും. ഇന്ന് നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേന് അടുത്ത ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എക്സ്പ്രസ് വേ എത്തുമ്പോഴത്തേന് ട്രിപ്പ് അടിക്കുമെന്ന് അറിയില്ല. ഏതായാലും ഓണാക്കിയിട്ടിട്ടുണ്ട്, അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഓഫാക്കാം. നമ്മളിവിടെ എക്സ്പ്രസ് വേൻ്റെ എൻട്രൻസ് കയറിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു നദ്യ പെരുമ്പാവൂർക്കാണ് 423 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ അത് കിലോമീറ്ററിന് 16 രൂപ വെച്ചിട്ടേ കിട്ടുള്ളൂ. 26 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പോകുന്നില്ല, ഇത് ഊബർ ഓഫ് ചെയ്യട്ടെ. ഊബർ ഓഫ് ചെയ്തതിന് ശേഷം ആളെ വിളിച്ച് പറയാം, വേറെ ബുക്ക് ചെയ്യാൻ പറയാം. ഫുഡ് കഴിച്ച് വന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, 240 രൂപയുടെ ട്രിപ്പ്. അതിൻ്റെ മുമ്പ് ആദ്യം 260 രൂപയുടെ ട്രിപ്പ് അടിച്ചു. 2 കിലോമീറ്റർ പിക്കപ്പും 14 കിലോമീറ്റർ ഡ്രോപ്പും. അത് എടുത്തില്ല, അത് മാച്ച് ട്രിപ്പായിരുന്നു. അപ്പോൾ ഇത് 750 മീറ്ററും കൂടി ഉണ്ട്. ഏകദേശം ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തെ റോഡുണ്ട്, ആ റോഡിൽ കൂടി പോയിട്ടാണ് പിക്കപ്പ്. ഈ ഹോട്ടലിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. ഊണ് കഴിക്കണം എന്നൊക്കെ കരുതിന്. അപ്പോൾ അവിടെ ഊണ് കഴിഞ്ഞിരിക്കണം. ബിരിയാണി ആണെങ്കിൽ വലിയ രസമൊന്നുമില്ല, അങ്ങനത്തെ ഒരു ബിരിയാണിയാണ്. അപ്പോൾ അത് നമ്മുടെ സാധാ ചോറിൻ്റെ പോലത്തെ റൈസൊക്കെയാണ്, ഒരു ബിരിയാണി റൈസ് അല്ല, അത് വേറെ എന്തോ ഒരു റൈസാണ്, രസമല്ല. പിന്നെ അപ്പോൾ ഏതായാലും അത് കഴിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നേരം 3 മണി ആയിട്ടുണ്ടല്ലോ, വേറെ എവിടെയും ചിലപ്പോൾ ഊണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടിയതെടുത്ത് കഴിച്ചു. ഇനിയിപ്പോൾ ഈ കസ്റ്റമറെ പിക്കട്ടെ. രേഷ്മ എന്നാണ് പേര്, രേഷ്മ. സമയം 6:26 ആയിട്ടോ. നമ്മളിവിടെ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് സർജാണ്. ഈ ഒരു ട്രിപ്പ് ഞാൻ പോന്നപ്പോഴേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഓൺലൈനാക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ബ്ലോക്കാണ്. ഞാൻ ഡെസ്റ്റിനേഷൻ ഇടാൻ നോക്കിയിട്ട് ആവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് നമുക്ക് നേരത്തെ ഇൻഫോ പാർക്കിൽ നിന്ന് ഫുഡ് കഴിച്ചതിൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് രവിപുരത്തേക്കായിരുന്നു, പള്ളിമുക്ക്. അത് കഴിഞ്ഞപ്പോൾ ഒരു 100 രൂപയുടെ ട്രിപ്പ് അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 100 രൂപയുടെ അടിച്ചു, പക്ഷെ അത് ക്യാൻസലായി. പിന്നെ നമുക്ക് എരൂർക്ക് അടിച്ചു, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്. അവിടുന്ന് നമുക്ക് ചോറ്റാനിക്കരക്ക് അടിച്ചു. ചോറ്റാനിക്കരയിൽ നിന്ന് ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് 16.53 കിലോമീറ്റർ. 480 ആയിരുന്നു, 500 ഇട്ടിട്ടുണ്ട്. അതൊരു സെലിബ്രിറ്റിയാണ്. ലാസ്റ്റ് ട്രിപ്പേ ഒരു ചന്ദ്രിക എന്നിട്ടൊരു സെലിബ്രിറ്റിയാണ്. നമ്മളെ കപ്പൽ മുതലാളിയിലുള്ള നടിയില്ലേ, നടിയും അമ്മയും ആയിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ തന്നെ വർത്താൻ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവർക്ക് 6:30 വണ്ടിയാണെന്ന് പറഞ്ഞ്, അല്ല 5:30. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട് സമയം. അവരെ ഡ്രോപ്പ് ചെയ്തു. 20 രൂപ ടിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ട്രിപ്പ് എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, ക്യാൻസൽ ചെയ്യണമെന്ന് കരുതി നിൽക്കേന്. പിന്നെ അങ്ങനെ പോയതാ, ചോറ്റാനിക്കര ഭാഗത്തായിരുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ട്രിപ്പൊന്നും അടിക്കൂല. അപ്പോൾ പിന്നെ കിലോമീറ്റർ നോക്കിയപ്പോൾ അപ്പോൾ 19 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എടുത്ത് പോന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിന് നമുക്ക് എടുത്തത് 55 മിനിറ്റാണ്. 59 മിനിറ്റ്, 1 മണിക്കൂറൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലൊക്കെ പോകുന്നത് ബാക്ക് സൈഡിലാണ് ഇറക്കിയത്. അതുകൊണ്ട് കുറച്ച് ടൈമിൽ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും ആ നിർത്തി വെച്ച സ്ഥലത്ത് തന്നെയാണ്. ഞാൻ പിന്നെ ഓഫ്ലൈൻ ആക്കിയതായിരുന്നു, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളമായി ഓഫ്ലൈൻ ആക്കിയിട്ട്. ലാസ്റ്റ് നമുക്ക് 5:30 ട്രിപ്പ് അടിച്ചതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഊബർ ഓൺ ആക്കിയിട്ട്, ഇപ്പോഴും സർജ് ഉണ്ട്, നല്ല സർജ് ഉണ്ട്. കാക്കനാട് ഭാഗത്തൊക്കെ നല്ല സർജ് ഉണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, റൂമിൻ്റെ അവിടെ 50 മിനിറ്റ് 55 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, സമയം 7:30 ആയില്ലേ. നമുക്കിന്ന് നേരത്തെ പോയാലുള്ളൂ. നാളെ ഒരു 5 മണിയാകുമ്പോൾ വർക്കിന് ഇറങ്ങണം. ഒരാളെ ഡ്രോപ്പ് ചെയ്യാണ്ട് രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർക്കിന് ഇറങ്ങും. അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കട്ടെ, ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഈ സമയങ്ങളിൽ ഡെസ്റ്റിനേഷൻ ഇടാൻ പറ്റലില്ല. വേറെ ട്രിപ്പ് അടിക്കല്ലേ, എറർ തന്നെയാണ്. അപ്പോൾ ഓഫ്ലൈൻ ആക്കാമായിരിക്കും നല്ലത്. കാരണം എന്താണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ കാക്കനാട്ടിക്ക് എന്താ അവസ്ഥ നോക്കട്ടെ. തൃക്കാക്കരക്ക് എന്താ അവസ്ഥ നോക്കാം. തൃക്കാക്കരക്കാവുണ്ടോ? ഓൺലൈനിലാക്കാം, പക്ഷെ ഡെസ്റ്റിനേഷൻ കറക്റ്റ് ആവണം. ഇല്ല, ഡെസ്റ്റിനേഷൻ ആയിട്ടില്ല. കാക്കനാട്ടൊക്കെ നോക്കട്ടെ. ഇത് ചെയ്യണതിൻ്റെ മുമ്പ് ട്രിപ്പ് വന്നാലേ പ്രശ്നമാകുന്നു.
ചോറ്റാനിക്കരക്കാട്ടോ. അത് എടുത്തിട്ട് ഒഴിവാക്കാം, എടുക്കാക്കണില്ല, എടുത്തിട്ട് നമുക്ക് വിളിച്ച് പറയാം, അല്ല വേറെ നിവർത്തില്ല. എത്ര 3 കിലോമീറ്റർ പിക്കപ്പ് ഈ ബ്ലോക്കിൻ്റെ അടിയിൽ കൂടി 4 കിലോമീറ്ററിന് 13 മിനിറ്റ്. അത് വീണ്ടും ഒരു 4-5 മിനിറ്റ് ഒന്നൊരു കൂടും, ബ്ലോക്ക് കൂടി ഇങ്ങനെ പോയി അത് വിളിച്ച് പറയട്ടെ. അപ്പോൾ ഊബർ ഇപ്പോൾ നടക്കൂല. ഊബർ ഞാൻ ഓണാക്കണില്ല കേട്ടോ. റാപ്പിഡോ ഓണാക്കിയിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഊബർ നടക്കൂല, ഈ ബ്ലോക്കിൻ്റെ അടിയിൽ നടക്കൂല. ഇപ്പോൾ റാപ്പിഡോയിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊല്ലംകുടിമുകൾ മുണ്ടമ്പാലം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് യാത്രയും പാടെ ഓണാക്കാം. അതിൽ ഏതിലാണ് കിട്ടണമെന്ന് വെച്ചാൽ എടുത്ത് ഓടാം. ഊബർ എന്തായാലും ഇപ്പോൾ നടക്കൂല. ഊബർ വെറുതെ ഡെസ്റ്റിനേഷൻ ഇടാൻ അവർ സമ്മതിക്കൂല. ഡെസ്റ്റിനേഷൻ ഇട്ടാൽ ആ ഒരു ട്രിപ്പ് ആയാലും ഊബറിന് കിട്ടുമല്ലോ അല്ലേ. ഇതാ ഒരു സമയത്ത് അവർ ഡെസ്റ്റിനേഷൻ ഇടാൻ സമ്മതിക്കൂല, നല്ല പീക്ക് ടൈമിൽ. അപ്പോൾ അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് കാക്കനാട് കൊല്ലംകുടിമുകൾ, കൊല്ലംകുടിമുകൾക്ക് യാത്രയിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ 30 മിനിറ്റ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി പോകും. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഊബർ ഓഫ്ലൈൻ ആക്കാം. റാപ്പിഡോയിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട് കൊല്ലംകുടിമുകൾക്ക്. അപ്പോൾ ഇനി ഏതായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് വല്ല മൂവ് ചെയ്യട്ടെ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോയിൽ. 250 രൂപയുടെ ട്രിപ്പാണ്. മറ്റേ തൃക്കാക്കരക്കാണ് ട്രിപ്പ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. 19 മിനിറ്റ് ഉണ്ട് കേട്ടോ പിക്ക് ചെയ്യാൻ. 3 കിലോമീറ്റർ ഉണ്ട്. അതിന് മുമ്പ് റാപ്പിഡോയിൽ 2 ട്രിപ്പ് അടിച്ചു. അത് 2 ഞാൻ എടുത്തില്ല. 300-400 റുപ്യേൻ്റെ ഒക്കെ. ഇത് 250 ഉള്ളൂ. അത് കുറവാണെന്ന് എനിക്ക് തോന്നണത്. കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷേ ബ്ലോക്ക് നോക്കുമ്പോൾ അത് പോരാ. എന്നാലും വെറുതെ പോകണ്ടല്ലോ, കാല് പോകണ്ടല്ലോ. കറക്റ്റ് തൃക്കാക്കര ഭാഗത്തേക്കാണ്, നമ്മളെ റൂമിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ അത് ഏതായാലും എടുത്ത് പോട്ടെ. പിന്നെ കസ്റ്റമർ പേരെന്താ അറിയുമോ? രാജ എന്നാണ്. നമ്മളെ ഊബറിൽ ഇപ്പോൾ അടിച്ച ട്രിപ്പിൻ്റെ അതേ കസ്റ്റമർ പേര് രാജ. ആ ട്രിപ്പ് റാപ്പിഡോൻ്റെ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടോ. അത് കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ ആ പാലം കത്തിരിക്കാട് പാലം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് എടുക്കാത്തതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ അടുത്ത റാപ്പിഡോയിൽ അടിക്കുന്നുണ്ട് 258 രൂപയുടെ ട്രിപ്പ്. അങ്ങനെ നമ്മളെ ലാസ്റ്റ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മൾ യാത്രയിലാണ് ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത്. മറ്റേ റാപ്പിഡോൻ്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ അത്താണിക്കാണ്, കാക്കനാട് അത്താണിക്ക്. 52 മിനിറ്റ് ആട്ടോ സമയം എടുത്തത് ഈ റൈഡിന്. 9.44 കിലോമീറ്ററാണ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 23 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയിട്ടുണ്ട്. ടോട്ടല് 220 രൂപ. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററും കൂടി പോയാൽ നമ്മളെ റൂമെത്തും. നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കാലടിച്ച് പോരാണെങ്കിലും ഈ ഒരു ബ്ലോക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ട്രിപ്പ് എടുത്ത് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ട്രിപ്പ് എടുക്കൂല, അത് മണ്ടത്തരാണ്. കാരണം 200 റുപ്യക്കും വേണ്ടിയിട്ട് ഓരോ മണിക്കൂർ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും ഇങ്ങോട്ട് പോരണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് പോകുന്നതാണ്. ഏതായാലും ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇവിടെ അത്താണിയിലൊക്കെ നല്ല ബ്ലോക്കാണ്. ലാസ്റ്റ് ബ്ലോക്ക് ഇവിടെ ആയിരുന്നു അത്താണിയിൽ. അപ്പോൾ ആ ബ്ലോക്ക് ഇനി ഒന്നുകൂടി കിട്ടും എനിക്ക്. കാരണം അവിടുന്ന് എനിക്ക് റൈറ്റ് തിരിഞ്ഞാലേ കൊല്ലംകുടിമുകൾ ആ ഭാഗത്തേക്ക് എത്തുള്ളൂ. ഏതായാലും അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി. അങ്ങനെ നമ്മൾ ഒരു 8:57-9 മണിയായപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇന്ന് 252 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബി ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ 0 ആക്കിനോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 190 കിലോമീറ്ററിൻ്റെ പൈസ നമ്മൾ ഇന്ന് ഏൺ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് മുഴുവൻ കിട്ടിയത് ഇപ്പോൾ ഓണത്തിരക്കാണല്ലോ, സമയം മാത്രമേ ഉള്ളൂ കൂടുതൽ, കിലോമീറ്ററുകൾ നല്ല കുറവാണ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ 252 കിലോമീറ്റർ ആയതെന്ന് എനിക്ക് ഒരു ഓർമ്മ കിട്ടണില്ല. പിന്നെ ഇന്നൊരു 4 മണിക്ക് ഞാൻ റൂമെത്തണമെന്ന് വിചാരിച്ചത്. കാരണം നാളെ നമ്മളൊരു 5 മണിക്ക് വർക്കിന് ഇറങ്ങും. നമുക്ക് ഇവിടുന്ന് ഒരു ആളെ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഒരു 5 മണി സമയത്ത് ഡ്രോപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നാളെ ആ സമയത്ത് വർക്കിന് ഇറങ്ങും. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ തന്നെ നല്ല തലവേദന ഉണ്ട്. ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചു അല്ലേ. ഈവനിങ് ആയപ്പോൾ ഒരു ചായ കുടിക്കണമെന്ന് കരുതിന് ഞാൻ, തലവേദന ഉണ്ടായിട്ട്. പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് കഴിയുമ്പോഴത്തേന് അടുത്ത ട്രിപ്പ് അങ്ങനെ അടിച്ചടിച്ച് ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തി. 9 മണിക്കാണ് റൂമിലെത്തണം. ഒരു 4 മണി 5 മണിയാകുമ്പോൾ റൂമിലെത്തണം എന്ന് കരുതിയതാണ്. പിന്നെ നമ്മളെ വിഷ്ണുവിൻ്റെ ഇയോണ് സെയിൽ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്തോളി. 2018 ഇയോണാണ്. 245 ഫേസ്ബുക്കിൽ ഇട്ടിക്കണത്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ 2018 മോഡൽ കേട്ടോ. ഊബർ ഓല യാത്ര ഒക്കെ അറ്റാച്ച്ഡ് വണ്ടിയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്പറിൽ ചോദിക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സമയം 8:59 ആയിട്ടുണ്ട്. ഇന്ന് ഫുഡൊന്നും വാങ്ങിയിട്ടില്ല. നേരെ പോയിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ നാളെ കാണാം.